കർത്താവിനെ ചെന്ന് പാടിയായിരുന്നു. Satyamaya
Hallelujah, 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 hallelujah. യേശുവയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, ദൈവിക ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിമയുടെ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകലവരും ഇപ്പോൾ തന്നെ ഇത് വ്യാപരിക്കപ്പെടുന്നതിന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അന്യായ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ പൈശാചിക വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശു ക്രിസ്തു മുഖാന്തരമുള്ള സൗഖ്യം വെളിപ്പെടട്ടെ. പ്രാർത്ഥന കേട്ട കൃപയോർത്ത് സ്തോത്രം. യേശുവയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വീണ്ടും വരുമെന്ന് വാക്ക് പറഞ്ഞ യേശുവയുടെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഒന്നിച്ചു കൂടുവാൻ പ്രാർത്ഥിപ്പാൻ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ നൽകിയ വലിയ സാവകാശത്തെ ഓർത്തിയും കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വാനും ഭൂമിയും മാറിയാലും ഹല്ലേലൂയ തമ്പുരാന്റെ വചനങ്ങൾക്ക് ഒരു നാൾ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യമത്രേ, നിലനിൽക്കുന്നത്രേ, ശാശ്വതമായ ഒന്നത്രേ. ഹല്ലേലൂയ. അതിനൊരു മാറ്റവും സംഭവിക്കത്തില്ല. എൻ്റെ കർത്താവ് വരുമെന്നുള്ളത് അതിൻ്റെ നിവർത്തികരണം നടക്കുക തന്നെ ചെയ്യും. അവൻ വാനമേഘങ്ങളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. എന്നെ ചേർക്കേണ്ടതിന് അവൻ വെളിപ്പെടും. ആ ബോധ്യത്തിൽ ആരായിരിക്കുന്നു, ആ ബോധ്യത്തിൽ ആര് ദൈവസന്നിധിയിലായിരിക്കുന്നു, യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫാണത്. ഹല്ലേലൂയ. ഇന്ന് യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിച്ചൊരു വസ്തുതയല്ല ഞാൻ ഇന്ന് ഓൺലൈനായും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. പകരം ഹല്ലേലൂയ, ഹല്ലേലൂയ, തകർന്നിരിക്കുന്നവരെ, ക്ഷീണിതരായിരിക്കുന്നവരെ, ഹല്ലേലൂയ, മനസ്സ് തകർന്നവരെ, രോഗികളായിരിക്കുന്നവർക്ക് വിടുതൽ നൽകുന്ന യേശുവയുടെ മഹാസ്നേഹത്തിൻ്റെ ഹല്ലേലൂയ ആ മഹത്വകരമായ വചനമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 9-ന്റെ 10 മുതൽ 13 വരെയുള്ള ഭാഗം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ പുരുഷ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നവരുടെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ചുങ്കക്കാരും പാപികളും അവിടെ ഉണ്ടായിരുന്നു. അനേകം ചുങ്കക്കാരും അല്ലെ അനേകം പാപികളും അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. 11-ാം വാക്യം. പരീക്ഷന്മാർ അത് കണ്ട്, അപ്പൊ അവിടെ മറ്റൊരു കൂട്ടരും ഉണ്ടായിരുന്നു പരീക്ഷന്മാർ. അവരെ പിന്നെ എടുത്തു പറയുന്നത് കാരണം അവരെല്ലായിടത്തും ഉണ്ടായിരുന്നു. യേശു ഉള്ളിടത്തെല്ലാം ഈ പരീക്ഷന്മാരും ന്യായശാസ്ത്രികളും സദൂക്യരും ഒക്കെ എപ്പോഴും യേശുവിന്റെ ശുശ്രൂഷകളുടെ ഭാവം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഈ തമ്പുരാനിൽ നിന്ന് വരുന്ന വചനങ്ങളുടെ മർമ്മങ്ങളെ ഗ്രഹിക്കാനോ രാജാതി രാജാവായി കർത്താതി കർത്താവായ യേശു അപ്പയുടെ ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ട് ഒന്ന് മാനസാന്തരപ്പെടാനോ ഒന്നുമല്ല അവർ സഞ്ചരിച്ചുകൊണ്ട് അവർ കൂടെ ഉണ്ടായിരുന്നത്. എന്തെങ്കിലും എവിടെങ്കിലും പിഴവുകൾ കണ്ടെത്തുവാൻ, ഹല്ലേലൂയ, കുറ്റം വിധിക്കുവാൻ, ഇവൻ ഹല്ലേലൂയ വചനമായ ദൈവമല്ല എന്ന് പ്രൂവ് ചെയ്യുവാൻ അവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കൂടിയിരുന്ന ചുങ്കക്കാര് എന്ത് ചെയ്തു? ചുങ്കക്കാരുടെ പാപികളുണ്ടായിരുന്നു. അവിടെ മറ്റൊരു കൂട്ടരുണ്ട് പരീക്ഷന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും ഭക്ഷിക്കുന്ന എന്തെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇന്നും ആത്മമണ്ഡലത്തിൽ ആത്മീയ തലങ്ങളുടെ പ്രസംഗങ്ങളും ആത്മീയ തലങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു മഹത്തരമായ സന്ദേശം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വസ്തുതകളോട് നോക്കിയാൽ നീ പാപിയാണ്, നിനക്ക് സ്വർഗം അവകാശമാക്കാതെ, നിന്നെ നശിപ്പിക്കാൻ ഇതാ ദൈവം വരുന്നു, നിന്നെ തീയിലേക്ക് ഇട്ടുകളയുവാൻ, നരകത്തിലേക്ക് വലിച്ചെറിയുവാൻ ഇതാ അവന്റെ കരം ക്ഷണിക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ആത്മമണ്ഡലത്തിലെ വചന ശുശ്രൂഷയിൽ പ്രധാനമായും കേട്ടുവരുന്ന വസ്തുതകൾ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ പ്രസംഗിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഹല്ലേലൂയ ഒരു പാപിയുടെ മാനസാന്തരത്തെ പറ്റിയോ ഹല്ലേലൂയ തിന്മ ചെയ്ത് ജീവിക്കുന്നവന്റെ വിടുതലിനെ പറ്റിയോ ഒരു തീയതി അവരുടെ വായിൽ നിന്ന് വരുത്തില്ല. ഹല്ലേലൂയ. എന്നാൽ യേശുവപ്പയുടെ ശുശ്രൂഷയിൽ യേശുവപ്പ ചേർത്ത് പിടിച്ചവരും യേശുവപ്പയുടെ കൂടിരുന്നവരെയും ഹല്ലേലൂയ വിടുതൽ അനുഭവിച്ചവരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ നല്ലൊരു പങ്ക് പാപികളും ചുങ്കക്കാരും സമൂഹത്തിൽ മാറ്റി വേർതിരിക്കപ്പെട്ട, അല്ലെങ്കിൽ അടുക്കാൻ പാടില്ല എന്ന് അല്ലെങ്കിൽ സ്പർശിക്കാൻ പാടില്ല എന്ന് ലോകം വിധി എഴുതി മാറ്റിയവരെ ചേർത്തു പിടിച്ച നല്ലവനായ
എൻ്റെ യേശുവയുടെ മഹത്വകരമായ ശുശ്രൂഷ, ആ ശുശ്രൂഷയാണോ ഇന്ന് ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്നത് എന്ന് വ്യക്തമായി ഒന്ന് നോക്കി വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന യേശുവയുടെ ശുശ്രൂഷയാണെങ്കിൽ അവിടെ ഒരു വ്യക്തികളെയും വേർതിരിച്ച് മാറ്റത്തില്ല. അവിടെ ആരെയും വേർതിരിക്കുകയും അവനെ അല്ലെങ്കിൽ നീ പാപിയാണ്, നീ തിന്മയാൽ നിറഞ്ഞവനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു ശുശ്രൂഷയല്ല യേശു കർത്താവിന്റെ ശുശ്രൂഷ. ഏത് മഹാപാപിക്കും ഹല്ലേലൂയ അവൻ മാനസാന്തരപ്പെട്ട് അവൻ ദൈവരാജ്യത്തിന്റെ ഭാഗമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവനായ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ സേവിക്കുന്ന എൻ്റെ യേശുവയാണ്. ഹല്ലേലൂയ. പന്ത്രണ്ടാം വന്നിരിക്കുന്നു, യേശു അത് കേട്ടാറെ. ഏത് കേട്ടാറെ? പരീക്ഷന്മാർ ശിഷ്യന്മാരോട്, യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം കേട്ടാറെ യേശുവിന് മറുപടി കൊടുക്കുകയാണ്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഇത് ലോകപ്രകാരമുള്ള ഡോക്ടർ രോഗി എന്നുള്ളതല്ല. ആ ഡോക്ടറിന്റെ അടുത്ത് ആരാ പോകുന്നത്? ദീനമുള്ളവർ, രോഗമുള്ളവർ. എങ്കിൽ ഇവിടെ സൗഖ്യമാക്കാൻ, നിങ്ങളുടെ പാപം എന്ന രോഗത്തിന് സൗഖ്യം നൽകുവാൻ കഴിവുള്ളവന്റെ അടുത്ത് ഹല്ലേലൂയ ദീനക്കാരാ വന്നിരിക്കുന്നത്. അത് സൗഖ്യമായവർക്കും വിശുദ്ധന്മാർക്കും വേണ്ടിയല്ല ഞാൻ വന്നത്, ഞാൻ ഈ ദീനക്കാർക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ഹല്ലേലൂയ. യേശു അത് കേട്ടാൽ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. 13-ാം വാക്യം, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ന് പോയി പഠിപ്പി. സ്തോത്രം. അവര് ഒരുപാട് കാര്യങ്ങളെ പഠിക്കുന്നവരാണല്ലോ. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പഠിക്കേ. എന്താ? ഞാൻ യാഗത്തിലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നത് എന്ന് പോയി പഠിപ്പീൻ. ഹല്ലേലൂയ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ആരെ തിരഞ്ഞെടുക്കാനാ വന്നത്? പാപികളെ. പാപികളെ എന്തിനാ തിരഞ്ഞെടുക്കുന്നത്? അവരുടെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും അവരെ മാറ്റുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യന്റെ അകത്ത് തിന്മയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കും. എന്നാൽ തിന്മയിലെ അങ്ങേയറ്റത്തെ താഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിന്ന് ജനത്തിന് മോചനം നൽകുവാൻ അത്ര യേശു അപ്പ ഈ ഭൂമണ്ഡലത്തിൽ ഹല്ലേലൂയ മനുഷ്യനായി ഈ ഭൂമണ്ഡലത്തിൽ വെളിപ്പെട്ടത്. വചനമായ ദൈവം ജഡമെടുത്ത് കൃപയും സമാധാനവുമായി വന്നു പാർത്ത് ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന്റെ പിന്നെ പർപ്പസ് ഹല്ലേലൂയ ഹല്ലേലൂയ തിന്മയാൽ നിറഞ്ഞ പാപത്താൽ നിറഞ്ഞ രോഗികളായി വീഴ്ത്തപ്പെട്ടവർക്ക് വേണ്ടി അത്രേ, അവർക്ക് മോചനം കൊടുക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയ. ഓക്കെ. അതിന്റെ 13-ാം വാക്യത്തിലിരിക്കുന്ന യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തു എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികൾ അത്രേ വിളിപ്പാൻ വന്നത്. 27-ാമത്തെ അതേ അധ്യായത്തിന് തന്നെ 27, 28, 29 വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 27-ാം വാക്യം, യേശു അതേ അധ്യായത്തിന്റെ തന്നെ 27-ാമത്തെ വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അതിനിടയിലൊക്കെ സൗഖ്യങ്ങളും വിടുതലുകളൊക്കെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. അതിനെയൊക്കെ ഞാൻ ഒന്ന് ഒഴിവാക്കി ഈ ഭാഗം എടുക്കുകയാണ്. ഹല്ലേലൂയ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. ഓക്കെ. 28-ാം വാക്യം, അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് കർത്താവേ എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. യേശു ആ കുരുടന്മാരോട് ചോദിക്കുക, കുരുടന്മാരുടെ ഡിമാൻഡ് എന്താ? ഞങ്ങൾക്ക് സൗഖ്യമാക്കണമേ. കർത്താവ് അവരോട് ചോദ്യം ചോദിക്കുകയാണ്, ഞാനിത് നിങ്ങൾക്ക് ചെയ്തു തരുവാൻ ശക്തിയുള്ളവനാണ്. എന്നിൽ നിന്നും നിങ്ങളിലേക്ക് രോഗസൗഖ്യത്തിന്റെ വ്യാപനം അല്ലെങ്കിൽ അതിന്റെ മഹത്വം വെളിപ്പെടുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ചെയ്തു തരുവാൻ ഞാൻ നിങ്ങൾക്ക് മതിയായവനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവരുടെ മറുപടിയാണ് എന്താണ്? കർത്താവ്. ബാക്കി വായിച്ചാണ്. അവർ പറഞ്ഞു, അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു അവരുടെ അടുത്ത് വന്ന രോഗികളെല്ലാം പഴയ നിയമ വിധി പ്രകാരം ഈ രോഗികളെല്ലാം പാപത്താൽ രോഗികളായവരാണ്. രോഗത്തിന് പിന്നിൽ ഒരു ആത്മാവുണ്ട്, ഒരു ശക്തിയുണ്ട്. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, ഊമനായ ഒരുവൻ അവന്റെ മേൽ വ്യാപരിക്കപ്പെട്ട അന്ധകാര ശക്തി എന്ത് ചെയ്തു? യേശു ശാസിച്ചു. അവൻ സൗഖ്യമായി വിടുതൽ പ്രാപിച്ചു. വിടുതൽ പ്രാപിച്ചപ്പോൾ
ഹല്ലേലൂയ. അവിടെ കൂടി ഇരുന്ന ഈ കുറ്റം വിധിച്ച മുൻപ് കണ്ട ഒരു കൂട്ടമുണ്ട്. അവരെന്ത് പറഞ്ഞു? ഇവർ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ ഇവൻ പുറത്താക്കുന്നു. അപ്പൊ ഭൂതങ്ങളുടെ തലവന്മാരുമായിട്ട് അല്ലെങ്കിൽ ഭൂതങ്ങളുമായി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി, നെഗറ്റീവ് പവർ, അന്ധകാര ശക്തികളുമായി കോംപ്രമൈസ് ചെയ്തു പോകുന്ന ഒരാളാണ് ഈ പാപികളുടെയും ചുങ്കക്കാരുടെയും ഭൂതങ്ങളുടെയും ഒക്കെ അല്ലെങ്കിൽ ഭൂതം നിറഞ്ഞവരുടെ ഒക്കെ അധിവസിക്കുന്ന ഈ യേശു കർത്താവെന്ന് ഹല്ലേലൂയ മുമ്പ് കുറ്റം വിധിച്ചവർ പിന്നെയും എന്ത് ചെയ്തു? വിരൽ ചൂണ്ടി. ഹല്ലേലൂയ. കാരണം അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ ഒരു വസ്തുതയായിരുന്നു. കാരണം ഹല്ലേലൂയ വചനങ്ങളെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ എഴുത്തുകളെ, തോറയിൽ എഴുതി വച്ചിരിക്കുന്ന വസ്തുതകളെ, കൽപ്പനകളെ, പ്രമാണങ്ങളെ ലംഘിക്കുന്നവൻ, കൽപ്പനാ ലംഘിയായവന്റെ മേലെ യഹോവയുടെ ക്രോധമിറങ്ങി അവൻ രോഗിയായി മാറുകയും ചെയ്തു. പാപത്താൽ രോഗവും രോഗത്താൽ മരണവും. അപ്പോൾ ഒരു രോഗത്തിന്റെ പിന്നിൽ ഒരു വ്യക്തമായ റീസൺ ഉണ്ട്. അപ്പൊ ആ റീസൺ അതങ്ങനെ നിൽക്കെ തന്നെ ഹല്ലേലൂയ അവന് വിടുതൽ ഉണ്ടാകുകയില്ല. അപ്പൊ ദൈവത്തിന്റെ ക്രോധം ഇരിക്കുന്നത് കൊണ്ടാണ് രോഗം നിൽക്കുന്നതെന്ന് പഴയ നിയമ തത്വം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ രോഗത്തിന്റെ ഹേതു ദൈവത്തിന്റെ ക്രോധമെന്ന തിയറിയിൽ വിശ്വസിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് രോഗബന്ധനമേ അഴിഞ്ഞു മാറ് എന്ന് പറഞ്ഞ് യേശുവിന്റെ തത്വത്തെ, യേശുവിന്റെ വചനത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഇതുവരെ രോഗം കൊടുത്തിരുന്നത് ദൈവമാണെന്ന് പഠിപ്പിച്ചെടുത്ത് കർത്താവാണ് രോഗബന്ധനമേ, രോഗത്തിന്റെ ദുരാത്മാവെ ഇറങ്ങിപ്പോവുക. അപ്പൊ രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്, ഒരു ശക്തിയുണ്ട്. അത് ദൈവികമല്ല എന്ന് ജനത്തിനെ പഠിപ്പിച്ചത്, അല്ലെ അവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ആ തിയറി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം യേശു അപ്പൊ പാപികൾക്ക് മോചനം നൽകുന്നവനാണ്. അവന്റെ അടുത്ത് വന്ന് അപ്പൊ അങ്ങനെ ഈ രോഗികളുടെ സൗഖ്യം ആ തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം യേശു അപ്പൊ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഈ പുതിയ നിയമ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ സൗഖ്യത്തിന്റെ വലിയൊരു ഘോഷയാത്രയാണ്. യേശുവിന്റെ അടുത്ത് ഒരു രോഗി വന്നാൽ അപ്പോഴപ്പോൾ നിന്റെ രോഗം കുറച്ചാൾ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടതായി കാണുന്നില്ല. യേശുവിന്റെ അടുത്ത് ഒരു രോഗി വന്നാൽ രോഗിക്ക് ക്ഷണത്തിൽ സൗഖ്യം കൊടുക്കുന്നു, വിടുതൽ കൊടുക്കുന്നു. അപ്പൊ പഴയ നിയമ വിധി പ്രകാരം പാപമുഖാന്തരം ഉളവായ രോഗത്തെ അവൻ ശാസിച്ച് പുറത്താക്കുന്നു. ഹല്ലേലൂയ. എന്തിന്? പാപത്തിന്റെ ശക്തിയിൽ നിന്നും മോചിതരായ ജനം ഹല്ലേലൂയ കർത്താവിന്റെ രാജ്യത്തിലേക്ക് കടക്കണം. പാപത്തിന്റെ ശക്തി അവരുടെ മേൽ വേര് പിടിച്ചിരിക്കുന്നിടത്തോളം നാളിൽ ഹല്ലേലൂയ അവർക്ക് ദൈവരാജ്യത്തിലെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. പാപത്തിന്റെ ശക്തി വേര് പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയുമില്ല. ഹല്ലേലൂയ. പിശാച് എവിടെ വസിക്കുന്നു വെച്ചാൽ പാപം വസിക്കുന്നിടത്ത് പിശാച് വസിക്കുന്നു. ഇരുട്ട് നിറഞ്ഞിരിക്കുന്നിടത്ത് ഇരുട്ടിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു പറയുന്നത് പോലെ ഹല്ലേലൂയ ഇരുട്ടിന്റെ ശക്തിയായവന്റെ സാന്നിധ്യമുള്ളിടത്ത് അവന്റെ ചില വസ്തുതകൾ, അവന്റെ കയ്യിലിരിക്കുന്ന ചില വസ്തുതകൾ ജനത്തിലൂടെ വെളിപ്പെടും. അപ്പൊ അതിൽ നിന്നും എന്ത് ചെയ്യണം? ജനത്തെ മോചിപ്പിക്കണം. മോചിപ്പിച്ചെങ്കിലേ അവന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞെങ്കിലേ അവന്റെ ഹൃദയം തുറക്കപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കേ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ രോഗസൗഖ്യവും വിടുതലും ദൈവവചനത്തിന്റെ അടിത്തറയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. വിടുതൽ ഉണ്ടാകുന്നില്ലെങ്കിൽ, സൗഖ്യം ഉണ്ടാകുന്നില്ല എങ്കിൽ ഹല്ലേലൂയ ദൈവവചനമായിരിക്കില്ല. യേശു അവിടെയുണ്ട്, അവിടെ വിടുതൽ ഉണ്ടാകും. എന്നാൽ വിടുതൽ നൽകിയ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്ത യേശു അപ്പൊ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, കാൽവറിയിൽ പിടഞ്ഞില്ലാതായി തീർന്നുവെന്ന് റോമൻ ഭരണകൂടം വിധി കൽപ്പിച്ചിടത്ത് അടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുമെന്ന് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ഞാൻ ചെയ്തതിലും അധികമായി നിങ്ങൾ ചെയ്യും. ഞാൻ ചെയ്തതിലും അധികമായി എന്ത് ചെയ്യും? ഹല്ലേലൂയ രോഗികളെ സൗഖ്യമാക്കും, ബന്ധനസ്ഥർക്ക് മോചനം കൊടുക്കും, കുരുട്ട് കണ്ണുകളെ തുറക്കും, മരിച്ചവരെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ ചെയ്തതിലും അധികമായത് നിങ്ങളിലൂടെ വെളിപ്പെടും. സ്തോത്രം. ആ കർത്താവ് പോയി, ഇതുകൊണ്ട് ആ ചരിത്രം തിരികിൽ അവൻ വരും, വാനം മേഘങ്ങളിൽ വെളിപ്പെടും. അവനെ കുത്തി തുളച്ചവരുൾപ്പെടെ അവനെ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, പാപിയായ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണേ നാര് ഇത് കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. സൗഖ്യം തരുവാൻ കഴിവുള്ള നല്ലവനായ ദൈവമേ, ഹല്ലേലൂയ രോഗത്തിന്റെ ഹല്ലേലൂയ റൂട്ടിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ എൻ്റെ കർത്താവ് എന്നിലേക്കൊന്ന് പ്രവർത്തിക്കണമേ. ഇതാ ഞാൻ രഹസ്യമായി ആരും അറിയാതെ ഞാൻ അപ്പാ അങ്ങയുടെ സന്നിധി മുട്ടുമടക്കുകയാണ്. എൻ്റെ തെറ്റുകളെ ഞാൻ ഏറ്റുപറയാം. നീ ഭവനത്തിലിരുന്ന് ഹല്ലേലൂയ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ഇത് കേൾക്കുന്നവരുടെ മേൽ വലിയ സൗഖ്യത്തിനെയും വിടുതലിനെയും കരം ചലിക്കുന്നുള്ളത് വ്യക്തമാണ്. ഹല്ലേലൂയ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശു അപ്പ അരിമനാഥ, ഹല്ലേലൂയ ഇന്ന് വലിയൊരു വിടുതൽ ഇത് കേൾക്കുന്നവരുടെ മേൽ സംഭവിക്കട്ടെ. ഇന്ന് വലിയൊരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. നാളുകളായി ബന്ധിക്കപ്പെട്ട അവസ്ഥകളിൽ നിന്നും ചിലർ മോചിതരാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ ശക്തികളും അഴിഞ്ഞു മാറട്ടെ. ജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഏത് രോഗമാണോ, ഏത് പ്രതിസന്ധിയാണോ, ഏത് പ്രശ്നമാണോ ഇന്ന്
ഇന്ന് അതിനകത്തൊരു മറുപടി ഉണ്ടാകും. മറുപടി തന്നതിനെ ഓർത്ത് സ്തോത്രം, വിടുതൽ കൽപ്പിച്ചതിനെ ഓർത്ത് സ്തോത്രം. യേശുവപ്പയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.